അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു. കഥ എന്ന് പറഞ്ഞാൽ ജീവിതകഥയൊന്നുമല്ല. ഞാനെങ്ങനെയാണ് വായനയിലേക്ക് കടന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ അധ്യാപകൻ എന്നെ കൈപ്പിടിച്ച് കൊണ്ടതാണ് ഇതാണെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ മനോരമ, പത്രമല്ല കേട്ടോ, വാരികകൾ, ദ്വൈമാസികകൾ ഒക്കെ മറ്റേ ആഴ്ച പതിപ്പുകളൊക്കെ വായിക്കും. അതിലെ നോവലുകൾ വായിച്ചാണ് ഞാനിങ്ങനെയായത്. എന്നുവെച്ചാൽ ഞാൻ മലയാളത്തിൽ PG എടുക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ആ മാസികകളോടാണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇപ്പോൾ നമ്മുടെ ഏഷ്യനെറ്റിൻ്റെ മഴവിൽ മനോരമയിലൊക്കെ വരുന്ന ജോയ്സിയുടെ സീരിയലുകളുടെ കഥയൊക്കെ അറിയാം. കാരണം ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു കഥ പറയാൻ വരുന്നത് ഈ പുസ്തകത്തിനെ പറ്റിയാണ്. സൂര്യനണിഞ്ഞ സ്ത്രീ ട്ടോ, KR മീരയുടെ. അങ്ങനെ വനിത വാങ്ങും. വനിത ഇപ്പോഴും വാങ്ങില്ല, കുറച്ച് പൈസ കൂടുതലാണല്ലോ വനിതയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് വാങ്ങുള്ളൂ. ആഴ്ചപ്പതിപ്പ് ഉണ്ടായിരുന്നു ഒരു സമയത്ത് കേട്ടോ. അങ്ങനെ ഇതിങ്ങനെ ഒരു വായിക്കുന്ന വനിതയിൽ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് ഏതൊരു കഥ. അപ്പോൾ അതിൽ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നൊരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം കാലത്ത് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉണക്കപ്പുട്ടും ചെറുപയറുകറി. അപ്പോൾ ചെറുപയറിനൊരു വികാരമില്ല. ചെറുപയർ പ്രോട്ടീനാണെന്ന് എനിക്കിന്ന്, പക്ഷെ അന്ന് എനിക്കത് സ്കൂളിൽ പഠിക്കുന്നത് ചെറുതാണ്. അപ്പോൾ അതെനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ കിട്ടുന്നു. എങ്ങനെ ഉണക്കപ്പുട്ടും ഒരു വികാരമില്ലാത്ത ചെറുപയർ കറി ഇങ്ങനെ കഴിക്കുക? അത് മാത്രം കേട്ടോ, വേറൊന്നുമില്ല, ഭക്ഷണം മാത്രം. അതങ്ങനെ പിന്നെ അതിൻ്റെ തുടർച്ചയൊന്നും വായിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അത് നിന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് വാങ്ങിച്ചേ തോന്നുന്നു. പിന്നെ ആ കഥ ഞാൻ കണ്ടിട്ടില്ല. അതിന് ശേഷം ഞാനൊരു ലൈബ്രറിയിൽ നിന്ന് ഇങ്ങനെ ഈ പുസ്തകം എടുത്തിട്ട് വായിക്കുകയാണ്. പക്ഷെ എനിക്ക് അന്ന് വായിച്ചത് സൂര്യനണിഞ്ഞ സ്ത്രീയാണെന്നൊന്നും അറിയില്ല കേട്ടോ. ബുക്ക് എടുത്ത് വായിക്കുന്ന സമയത്ത്, ഇങ്ങനെ വായിച്ച് വരുന്ന സമയത്ത്, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അതേ കണ്ടൻറ്റ് ഇതിൽ ഞാൻ സർപ്രൈസ് ആയിപ്പോയി ഭയങ്കരമായിട്ട്. ഞാനെൻ്റെ മെമ്മറി റീകോൾ ചെയ്ത പോലെ, അന്നിങ്ങനെ കട്ടെടുത്ത് വായിക്കുന്നതൊക്കെ എന്താ പറയുക, റീകോൾ ചെയ്ത പോലെ ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ എനിക്കത്. ഇത് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ പണ്ട് വായിച്ച് വെച്ചൊരു സാധനം, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സാധനം, നമ്മളറിയാതെ ആ കഥാപാത്രങ്ങൾ വീണ്ടും നമ്മളറിയാം. അപ്പം നമ്മൾ പണ്ട് പരിചയമുള്ള ആളുടെ കഥയാണ് നമ്മൾ ഇത്ര നേരം വായിച്ചുകൊണ്ടിരുന്നത്. ബുക്കിൻ്റെ പകുതിയൊക്കെ ആകുമ്പോഴാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയതാണ്. വായനയ്ക്ക് പ്രചോദനമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. വായിക്കുക, സിനിമ കാണുക, ഉറങ്ങുക, പരീക്ഷ കഴിഞ്ഞ് ഉറങ്ങണം.